കഴിഞ്ഞ 3-4 ദിവസമായിട്ട് യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യക്കാരെല്ലാം കടന്നു പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തിൽ വലിയ മേൽക്കൈ പാകിസ്ഥാനെതിരെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ നമ്മൾ ഏറെക്കുറെ സുരക്ഷിതരായിരുന്നു. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ സേനകളെയൊക്കെ വലിയ വിശ്വാസമായിരുന്നു. അങ്ങനെ പാകിസ്ഥാന് മേൽ വലിയ മേൽക്കൈ നേടിക്കൊണ്ട് ഇങ്ങോട്ട് അവർ ചൊറിയാൻ വന്നാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചടിച്ചുകൊണ്ട് അത്തരം വാർത്തകളൊക്കെ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രത്യേകിച്ച് വലിയ ആകുലതകൾ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഇവിടെ ചില സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊരു വലിയ യുദ്ധമാവുമോ, അങ്ങനെ യുദ്ധമായാൽ നമ്മുടെയൊക്കെ ജീവിതത്തിനെ അത് ബാധിക്കില്ല എന്ന തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ ആ ആശങ്കകൾ വേണ്ട. ഇരു രാജ്യങ്ങളും കൂടി വെടിനിർത്തലിന് തത്വത്തിൽ തീരുമാനിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ അത് ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ട്വിറ്ററിലൂടെ എക്സിലൂടെ അദ്ദേഹം ഇതേപോലെ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അമേരിക്കയുടെ ഒരു രാത്രി മുഴുവൻ നീണ്ട ചർച്ച നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ സമ്മതിച്ചു. അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ട്വീറ്റ് പുറത്തേക്ക് വന്നത്. അതിനുശേഷം അതും കഴിഞ്ഞ മിനിറ്റുകൾക്ക് ശേഷമാണ് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ഔദ്യോഗികമായിട്ട് തന്നെ പത്രസമ്മേളനത്തിൽ ഈ മാധ്യമങ്ങളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോടായിട്ടുള്ള പ്രഖ്യാപനത്തിൽ പറഞ്ഞത്. പക്ഷേ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലാവാനാണ് സാധ്യത. അതിനു മുമ്പ് തന്നെ ഔദ്യോഗികമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ഇനിയൊരു ചെറിയ ആക്രമണമെങ്കിലും ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ അത് ഒരു ഭീകരാക്രമണമാവട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നാവട്ടെ, അല്ലെങ്കിൽ അവരുടെ സൈന്യം തന്നെ പിന്തുണച്ചുകൊണ്ട് ഈ നുഴഞ്ഞു കയറി ചെയ്യുന്ന ഏതെങ്കിലും ഒരു തീവ്രവാദി ആക്രമണമാവട്ടെ, അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ആക്രമണമെങ്കിലും ഇന്ത്യക്ക് നേരെ വന്നാൽ അതെല്ലാം ഇന്ത്യക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെ അതിശക്തമായിട്ട് തിരിച്ച് ഞങ്ങൾ അടിക്കും. അത് ഇതുപോലെയൊന്നും ആയിരിക്കില്ല, അതൊരു യുദ്ധമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും എന്ന ഒരു അന്ത്യശാസനം പാകിസ്ഥാന് കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ പല രാജ്യങ്ങളും തമ്മിൽ ഹോട്ട്ലൈൻ ബന്ധമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനിലും ഇന്ത്യയിലും ഈ DGMO എന്നൊരു സംവിധാനമുണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അവർ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാകിസ്ഥാനിൽ ഉള്ള DGMO നമ്മുടെ DGMO വിളിച്ചു യാചിച്ചതിന് ശേഷമാണത്രേ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് നിർത്താൻ നമ്മളായിട്ട് മുൻകൈ എടുക്കില്ല എന്ന കാര്യം ഉറപ്പായിരുന്ന കാര്യം. നമ്മളത് പല ഘട്ടത്തിലും അസന്നിഗ്ധമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ നിർത്തിയാൽ നമ്മൾ നിർത്താം, നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ഞങ്ങളിത് നിർത്തില്ല എന്ന് ആവർത്തിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു, അവരുടെ ഭീകര താവളങ്ങൾ ആക്രമിക്കുക, പരമാവധി ഭീകരരെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് സാധാരണ ജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലൊന്നും, അല്ലെങ്കിൽ തുടക്ക സമയത്ത് അവരുടെ സൈനിക കേന്ദ്രങ്ങളൊന്നും നമ്മൾ ആക്രമിച്ചില്ല. അവരുടെ ആദ്യം തിരഞ്ഞെടുത്ത 9 ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ ആക്രമിച്ചത്. പക്ഷേ അതോടുകൂടി ലോകത്തിനു മുന്നിൽ നാണം കെട്ട പാകിസ്ഥാൻ സേനകൾക്ക് തിരിച്ചടിക്കാൻ നിർബന്ധിതരായി എന്നതാണ് വസ്തുത. അതിൻ്റെ ഫലമായിട്ടാണ് അവർ ആ സാഹസത്തിന് മുതിർന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ച എല്ലാ ശ്രമങ്ങളും നമ്മുടെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് നമ്മൾ തകർത്ത് കളഞ്ഞു. അപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ്റെ ഈഗോ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. ഇതുപോലെ തന്നെയായിരിക്കാം അവിടുത്തെ സൈന്യത്തിനെയും അത് ബാധിച്ചത്. അവർക്ക് എന്തെങ്കിലും കാണിച്ച് അവരുടെ ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കണം. അതിനുവേണ്ടി അവർ കൂടുതൽ സാഹസത്തിലേക്ക് പോവുകയും അതെല്ലാം അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അവർ പ്രചരിപ്പിക്കുന്ന പലതും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തുള്ള ഒട്ടുമിക്ക ഈ പോർട്ടുകളും എയർപോർട്ടുകളും ഒക്കെ അവർ തകർത്തതായിട്ടുള്ള വാർത്തയാണ് വ്യാജമായിട്ട് അവർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും സത്യമല്ല എന്ന് നമുക്കറിയാം. ആ തുടക്ക സമയത്ത് ആർക്കെങ്കിലുമൊക്കെ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നീട് ഈ നടപടികൾ മുന്നോട്ട് പോകും തോറും നമ്മൾ കൂടുതൽ ആത്മവിശ്വാസം കൈവരിക്കുകയായിരുന്നു. നമ്മുടെ ജനങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ. അങ്ങനെ കൃത്യമായും പാകിസ്ഥാന് മേൽ വലിയ ഒരു മേൽക്കൈ നമുക്കുണ്ടായിരുന്നു. മറ്റേത് രാജ്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടാലും നമ്മളത് കേൾക്കില്ല. നമ്മുടെ മുന്നിൽ നമ്മൾ ഓരോ ഒരു കാര്യം മാത്രമേ പാകിസ്ഥാനും ലോകത്തിലേക്ക് മുന്നിലേക്ക് വെച്ചുള്ളൂ. ഞങ്ങൾ ഭീകരരെയാണ് ആക്രമിച്ചത്, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. പകരം അവർ ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളും ഞങ്ങളുടെ ജനങ്ങളെയുമൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ യുദ്ധമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് തിരിച്ച് അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് അടിക്കുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാന് മനസ്സിലായത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ലോകത്തെ ഒരു രാജ്യങ്ങളും തങ്ങളെ രക്ഷിക്കാൻ വരില്ലെന്നും ആകെ വരുന്നത് ഹമാസും തുർക്കിയും മാത്രമാണ്, ചൈന പോലും തങ്ങളെ കൈവിട്ടു എന്ന് അവർക്ക് മനസ്സിലായി. മാത്രമല്ല കൊട്ടിക്കൊഴിച്ച ചൈനയുടെ പ്രതിരോധ സംവിധാനമൊക്കെ ഇന്ത്യയുടെ മികവിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയും കണ്ടപ്പോൾ ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാതെ DGMO വഴി തന്നെ അവർ ആശയവിനിമയം നടത്തുകയും ഒടുവിൽ ഒരുപക്ഷെ അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മളൊന്നും അറിയാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും അവർ കാലുപിടിച്ചത് തന്നെയായിരിക്കണം, അല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ല.
തൽക്കാലമായിട്ട് ഇപ്പോൾ വെടിനിർത്തൽ, അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുൻകൈ എടുത്ത് ചെയ്തതല്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ആര് പറഞ്ഞാലും, അമേരിക്കയല്ല, റഷ്യയല്ല, ഏത് രാജ്യം ഇതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ട് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില നിലപാടുണ്ട്, അതോടുകൂടി അത് വെച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ മറ്റ് പല കാര്യങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്ന പോലെ ആദ്യം അദ്ദേഹം ഇത് ട്വീറ്റ് ചെയ്തു, ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ രണ്ട് രാജ്യങ്ങളുമായിട്ട് നീണ്ട ചർച്ച നടത്തി, അതിൻ്റെ ഫലമായിട്ട് അവർ രണ്ടു കൂട്ടരും സമ്മതിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നോക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹമല്ല, ഇനി ആര് പറഞ്ഞാലും നമ്മൾ തുടക്കത്തിൽ എടുത്ത ആ നിലപാട് ആയിരുന്നു മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രാജ്യം പിൻവാങ്ങാൻ അവർ സ്വയം തീരുമാനിച്ച് കാണും, അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ അവർക്കുണ്ടാവും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് താഴേക്കിറങ്ങി വന്ന് DGMO വഴി ഇപ്പോൾ ചർച്ച നടത്തുകയും ഇപ്പോൾ നമ്മൾ തന്നെ അത് തത്വത്തിൽ അംഗീകരിച്ചു. ഇനി സംയുക്ത സേനാ മേധാവികളുടെ ഒരു സംയുക്തമായിട്ടുള്ളൊരു പത്രസമ്മേളനം കൂടി വരാനുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ നമ്മുടെ തന്നെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അത് എത്ര നേരത്തേക്കുള്ളതാണ്, അത് പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അത്രയേ ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ.